ഹേ ഓൾ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ക്ലോവ് ആർക്കിടെക്ട്സ് റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ബൊഹീമിയൻ തീമിലുള്ള കൊമേഴ്ഷ്യൽ പ്രോജക്റ്റിലാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ബാംബൂ സീലിംഗ് ആണ്. അതൊരു വുഡൻ ഫ്രെയിമിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കിയാൽ 3 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഡോർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രിഡ് പാറ്റേണിലാണ്. അത് വുഡൻ ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ കോഫി റൂട്ട്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഷോപ്പിലേക്ക് ആദ്യം കയറി വരുമ്പോൾ തന്നെ കാണുന്നത് മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേ ആണ്. വളരെ യൂണീക്ക് ആയിട്ടാണ് നമ്മൾ ഈ മാനിക്കിൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ മെയിൻ ഫോക്കസ് പോയിന്റും കൂടിയാണ് ഈ മാനിക്കിൻ. സെൻറ്റർ മാനിക്കിൻ്റെ ചുറ്റിലുമായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള വുഡൻ ലോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ആയിട്ടാണ് നമ്മൾ ഈ ആക്സസറീസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഡിസ്പ്ലേ ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജൂട്ട് കാർപ്പറ്റിലാണ്. ഈ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയി വരുന്നത് ബാംബൂ സീലിംഗ് കനോപ്പിയാണ്. എക്സ്റ്റീരിയർ യൂസ് ചെയ്തിട്ടുള്ള അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇന്റീരിയറും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ വേറൊരു മെയിൻ ഹൈലൈറ്റ് ആയി വരുന്നത് ഈ ബാംബൂ ബാസ്ക്കറ്റ് കൊണ്ടിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ്. സാധാരണയിലും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നമ്മൾ ഹാങ്ങിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. യൂക്കാലിപ്സിന്റെ വുഡൻ റോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ സീലിംഗിൽ നിന്ന് വൈറ്റ് കോട്ടൺ റോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാങ്ങിങ് സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഏരിയ ആയിട്ട് വരുന്നത് ഈ ഒരു വുഡൻ സ്റ്റാൻഡും അതിനോടുകൂടി ഒരു സ്റ്റാൻഡിങ് മിററും വുഡൻ ലോക്സും പിന്നെ അതിന് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റും വരുന്നുണ്ട്. അതിനോടടുത്തായി ഒരു സ്റ്റാൻഡിങ് വുഡൻ റാക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കോർണർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ആക്സസറി ഡിസ്പ്ലേക്കും വേണ്ടിയിട്ടാണ്. ഒരു കർവി സ്ട്രക്ചറിലും ലെയറുകളായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലെ സെൻറ്ററിലായിട്ടാണ് റിസപ്ഷൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ജൂട്ട് കൊയർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിൽ വരുന്നത് ആക്സസറി ഡിസ്പ്ലേ ഷെൽഫാണ്. ഇവിടുത്തെ ഡിസൈനിൽ യൂസ് ചെയ്തിട്ടുള്ളത് സെമി ആർച്ച് പാറ്റേൺ ആണ്. കൂടാതെ ഹൈലൈറ്റിങ്ങിനായിട്ട് ഓരോ ലെയറിലും സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വുഡൻ പ്ലാങ്ക്സും ലെയറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷോളിന്റെ ഒരു ഏരിയ ആണ്. ഷോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ബാംബൂ ലാഡറിലാണ്. അതുപോലെ തന്നെ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടും ഇവിടെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ നിന്ന് ഇറങ്ങി വരുന്ന റോ ലുക്കിലുള്ള ഒരു ഹാങ്ങറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ സെക്ഷനിൽ ഒരു എസ്തറ്റിക് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 വുഡൻ ലാഡറും കൂടി നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബോട്ടിക്കിന്റെ ജ്വല്ലറി സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള വുഡുകളെല്ലാം ബൊഹീമിയൻ തീമിന് മാച്ച് ആയിട്ടുള്ള റോ ടെക്സ്ചറിലാണ്. ഫുൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ജ്വല്ലറി ടേബിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ജ്വല്ലറി ടേബിളിന്റെ ഇരുവശങ്ങളിലായി ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കിഡ്സ് സെക്ഷൻ ആണ്. അതുപോലെ തന്നെ സീലിംഗിൽ നിന്ന് വരുന്ന ഹാങ്ങിങ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാങ്ങിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് 2 ലെയർ ആയിട്ടാണ്. ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് വുഡൻ പ്ലാങ്കും രണ്ടാമത്തെ ലെയർ വുഡൻ റോഡും ആണ്. ഈ വുഡൻ പ്ലാങ്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കിഡ്സിന്റെ ആക്സസറി ഡിസ്പ്ലേക്കും അതോടൊപ്പം ഈ റോഡ് യൂസ് ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കിഡ്സിന്റെ ഏരിയയിൽ 2 ആക്സസറി ഡിസ്പ്ലേ ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമ്മൾ ചെയ്തിട്ടുള്ളത് കർവി ലെയർ പാറ്റേണിൽ തന്നെയാണ്. ബൊഹീമിയൻ തീമിലേക്ക് മാച്ച് ആയ രീതിയിലുള്ള ടെക്സ്ചർ ആണ് ഇവിടെ നമ്മൾ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് POP ആണ്. ഈ ബോട്ടിക്കിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് സീറ്റിംഗ് കൗച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബൊഹീമിയൻ തീമിലേക്ക് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ കൗച്ചിന്റെ പാറ്റേൺസും മെറ്റീരിയലും നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നാച്ചുറൽ വുഡ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് PVC വിനൽ ഫ്ലോറിംഗ് ആണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ബൊഹീമിയൻ തീമിലേക്ക് മാച്ച് ആവുന്ന വൈറ്റ് വുഡ്സ് ആണ്. ഇതുപോലത്തെ യൂണിക് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള വർക്ക് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? അതിപ്പോൾ കൊമേഴ്ഷ്യലോ റെസിഡൻഷ്യലോ ആവട്ടെ, നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാം ക്ലോവ് ആർക്കിടെക്ട്സ്.